Hello, let's start our new section, Human Resource Management. What do you mean by Human Resource Management? Human Resource Management is the strategic approach to effectively and efficiently managing peoples within an organization to help the business gain. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ വിജയത്തിനായി അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ശരിയായ ആളുകളെ ഇൻ്റർവ്യൂയിലൂടെ കണ്ടെത്തുകയും അവർക്ക് ട്രെയിനിങ് നൽകി വർക്ക് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും അവരെ സാലറിയും മറ്റും നൽകിക്കൊണ്ട് സംരക്ഷിക്കുകയും ചെയ്ത് ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ, അതായത് AI ടൂളുകൾ പോലും സജീവമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കാൻ മനുഷ്യ വിഭാഗത്തിന് കാര്യമായ പങ്കുണ്ട് എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഓർഗനൈസേഷനിലെ ഒഴിഞ്ഞ സ്ഥാനങ്ങളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ ആകർഷിക്കുകയും അവരോട് ജോലിയിലേക്ക് അപേക്ഷിക്കണമെന്ന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് റിക്രൂട്ട്മെൻറ്റ്. അതായത് നമ്മൾക്ക് ആവശ്യമായ എംപ്ലോയീസിനെ നമ്മൾ അറിയിക്കുകയാണ്, ഇന്ന സ്ഥാപനങ്ങളിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്, അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അപേക്ഷ നൽകണം എന്ന് നമ്മൾ പ്രേരിപ്പിക്കുക. അതിനുശേഷം റിക്രൂട്ട്മെൻറ്റ് നിർത്തിയതിന് ശേഷമാണ് ആരംഭിക്കുന്നത്, സെലക്ഷൻ ആരംഭിക്കുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അപേക്ഷകൾക്കിടയിൽ നിന്നും ഏറ്റവും അനുയോജ്യനായ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സെലക്ഷൻ. അതിനു വേണ്ടിയിട്ട് പ്രീ സ്ക്രീനിങ്, ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂകൾ, റഫറൻസ് പരിശോധന എന്നിവയ്ക്ക് ശേഷം നിയമനം നടത്താവുന്നതാണ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് ഒഴിവുകൾ ഉണ്ടാകുമ്പോൾ ആ ഒഴിവുകളിലേക്ക് നമ്മൾ ആളുകളെ അറിയിക്കുകയാണ്, ഇന്ന സ്ഥാപനത്തിൽ ഇത്ര പോസ്റ്റുകളിലേക്ക് ഒഴിവുകളുണ്ട്, നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യം. തുടർന്ന് ആ പോസ്റ്റിലേക്കുള്ള ആളുകളെ നമ്മൾ ആ അപേക്ഷകളിൽ നിന്നും സെലക്ട് ചെയ്യുന്നതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത സെക്ഷനാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. എന്താണ് ട്രെയിനിങ്? നീ ഇപ്പോൾ ചെയ്യുന്ന ജോലി എങ്ങനെ മികച്ചതാക്കാം എന്നുള്ളതാണ് പരിശീലനം അല്ലെങ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടർ ബിസിനസ്സിലേക്ക് ഒരു പുതിയ കമ്പ്യൂട്ടർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള അതിൻ്റെ പ്രയോഗം പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ മെഷീൻ കൊണ്ടുവന്നിട്ട് ആ മെഷീൻ്റെ രീതികൾ പരിശീലിക്കുന്നത്, അതുമല്ലെങ്കിൽ കസ്റ്റമറെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പരിശീലിക്കുന്നത്. ഇതാണ് ട്രെയിനിങ്. എന്നാൽ വാട്ട് യു മീൻ ബൈ ഡെവലപ്മെൻറ്റ്? നിൻ്റെ ഭാവിയിലേക്കുള്ള ചുമതലകൾക്ക് നീ സജ്ജമാണോ എന്ന് പരിശോധിക്കുന്നതിനെയാണ് വികസനം എന്ന് പറയുന്നത്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ജോബിൽ നന്നായി പെർഫോം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. എന്നാൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നാളത്തെ ഉത്തരവാദിത്തങ്ങൾ നിന്നെ ചെയ്യാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഒരുക്കുകയാണ്, ഡെവലപ്പ് ചെയ്യുകയാണ് നീ നാളത്തെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ. ഇതാണ് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും. ഒരു ജോലി സ്ഥലത്തെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുണ്ടാകുന്ന ആത്മാർത്ഥത, പരസ്പര ബഹുമാനം, വിശ്വാസം എന്നീ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ബന്ധത്തെയാണ് എംപ്ലോയി റിലേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ എംപ്ലോയി റിലേഷൻ കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാവുക? പരസ്പരമുള്ള തുറന്ന ആശയവിനിമയം. എംപ്ലോയിയും എംപ്ലോയറും അല്ലെങ്കിൽ എംപ്ലോയികൾ തമ്മിൽ പരസ്പരം തുറന്ന് ആശയവിനിമയം നടത്തുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, നല്ലൊരു എംപ്ലോയി റിലേഷൻ ഉണ്ടാവുന്നത്. എങ്ങനെയാണ് ഒരു എംപ്ലോയി റിലേഷൻ ഉണ്ടാകുന്നത്? ഒരു ഉദാഹരണത്തിന്, ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരുമിവിടെ പ്രശ്നങ്ങൾ കിട്ടും, ജീവനക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പരിഹാരം തീർച്ചയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതാണ് പോസിറ്റീവ് എംപ്ലോയി റിലേഷൻ ഉദാഹരണം. അതുപോലെ ജോലിസ്ഥാനത്തെ ജീവനക്കാരുമായുള്ള അഭിമുഖ ബന്ധം, തുറന്ന ആശയവിനിമയം, സംവാദം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ തുറന്ന് സംസാരിക്കണം. പ്രശ്നങ്ങൾക്ക് നീതിയായ പരിഹാരം കാണുക. നേരത്തെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇനി അടുത്ത മികച്ച പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകുക. അടുത്തതായിട്ട് പറയാൻ പോകുന്ന കോമ്പൻസേഷൻ ആൻഡ് ബെനഫിറ്റ്സ്. എന്താണ് കോമ്പൻസേഷൻ? നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് കോമ്പൻസേഷൻ. അതായത് സാലറി, വേജസ് തുടങ്ങിയ, അല്ലെങ്കിൽ ബോണസ്, ഇൻസെൻറ്റീവ്, കമ്മീഷൻ, ഓവർ ടൈം പേ, ഇതൊക്കെയാണ് എന്ത്, കോമ്പൻസേഷൻ. നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം. എന്നാൽ എന്താണ് ബെനഫിറ്റ്സ്? ശമ്പളം കൂടാതെ ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളെയും നമ്മൾ ബെനഫിറ്റ്സ് എന്നാണ് പറയുന്നത്. ഇൻഷുറൻസ്, പിന്നെ പെൻഷൻ തുടങ്ങിയ, മെറ്റേണിറ്റി ലീവ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം, PF, ESI, ഇതെല്ലാം എന്താണ്, ബെനഫിറ്റ്സ് ആണ്. ഒരു എംപ്ലോയിക്ക് സാലറിക്ക് പുറമെ കിട്ടുന്നത് എന്തും, ഹൗസ് റെൻ്റ് അലവൻസ്, ട്രാവലിംഗ് അലവൻസ്, വാഷിംഗ് അലവൻസ്, ഇതൊക്കെ എന്താണ്, ആ എംപ്ലോയിക്ക് സാലറിക്ക് പുറമേ കിട്ടുന്ന ബെനഫിറ്റ്സുകളാണ്.
പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്നത് ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പ്രകടനം മെച്ചപ്പെടുത്താനും അവരുടെ കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്താനും സഹായിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രക്രിയയാണ്. ഉദാഹരണത്തിന്, ഒരു കമ്പനി അവരുടെ ജീവനക്കാരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ പെർഫോമൻസ് മാനേജ്മെൻറ്റ് പ്രക്രിയ നടപ്പിലാക്കുന്നു. അതിലൂടെ ജീവനക്കാരും മാനേജറും ചേർന്ന് വ്യക്തമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നു. തുടർച്ചയായ ഫീഡ്ബാക്കുകൾ, ആ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കുകളുടെ തുടർച്ചയായ ഫീഡ്ബാക്കുകൾ നൽകുന്നു. ആവശ്യമായ പരിശീലനങ്ങൾ എംപ്ലോയീസിന് മാനേജർ നൽകുന്നു. പിന്നീട് അവരുടെ പ്രകടനം വിലയിരുത്തി മികച്ച പ്രകടനം നൽകിയ ആളുകൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുന്നു. ഇതിലൂടെ ജീവനക്കാരുടെ പ്രകടനം മെച്ചപ്പെടുത്തുകയും കമ്പനിയുടെ വളർച്ചയ്ക്ക് സഹായമാവുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. ഇത് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഈ എംപ്ലോയീസിൻ്റെ പ്രവർത്തനം മെച്ചപ്പെട്ടാൽ മാത്രമേ ബിസിനസ്സിന് മെച്ചം ഉണ്ടാവുകയുള്ളൂ. എന്താണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്? ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്നത് ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനക്ഷമതയും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന ശാസ്ത്രീയമായ സംഘടനാ തലത്തിലുള്ള ദീർഘകാല മാറ്റ പ്രക്രിയയാണ്. ഇതിലൂടെ സംഘടനയുടെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ, ഘടന, സംസ്കാരം എന്നിവ വിലയിരുത്തി പ്രശ്നങ്ങൾ തിരിച്ചറിയപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അനുയോജ്യമായ ഇടപെടലുകൾ രൂപീകരിക്കുക. ഇടപെടലുകൾ പ്രവർത്തനമായി നടപ്പിലാക്കുക, അല്ലെങ്കിൽ രൂപീകരിച്ച കാര്യങ്ങൾ പ്രവർത്തനക്ഷമമായി നടപ്പിലാക്കിയ ഇടപാടുകളുടെ ഫലങ്ങൾ വിലയിരുത്തി ആവശ്യമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുക. ഇതൊക്കെയാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് പ്രക്രിയകൾ അല്ലെങ്കിൽ ഘട്ടങ്ങൾ.